എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവിതരണം പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുള്ള കർഷകർക്ക് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിരുന്നു. എന്നാൽ കുറച്ച് പേർക്ക് ഈ തുക എത്തിയിട്ടില്ല. അത് നിങ്ങളുടെ ഒരു പ്രധാന വിഷയം എന്നുള്ളത് നമുക്ക് ഡിസംബർ ലാസ്റ്റ് വരെയുള്ള പേയ്മെന്റ് അപ്ഡേഷൻ മാത്രമാണ് ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ജനുവരി ചെയ്തപ്പോൾ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമുക്ക് ഡിസംബർ വരെയുള്ള പേയ്മെന്റേ വരികയുള്ളൂ. കാരണം ജനുവരി ആദ്യം തന്നെ PM കിസാന്റെ അപ്ഡേഷൻ നേരത്തെ തന്നെ പേയ്മെന്റ് റിക്വസ്റ്റുകൾ ജനുവരി ആദ്യം തന്നെ വിട്ടു തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ വന്നിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ഡിസംബർ വരെയുള്ള പേയ്മെന്റുകൾ മാത്രമാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ വരെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ള കർഷകർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇത് അപ്ഡേറ്റ് ആയതും ശരിയായിട്ടുള്ളവരുടെ ഒന്നും പേയ്മെന്റ് റിക്വസ്റ്റുകൾ വിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 20ാം ഗഡുവിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെയും ഒരു പേയ്മെന്റ് അപ്ഡേഷൻ വരും. ആ പേയ്മെന്റ് അപ്ഡേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ആ തുക എത്തുന്നതാണ്. നമുക്ക് ആ ഒരു ഡേറ്റ് ഈ ഡിസംബർ ലാസ്റ്റ് വരെയുള്ള ഡേറ്റ് വെച്ചാണ് അപ്ഡേറ്റ് ചെയ്തിട്ട് ജനുവരി ആദ്യം തന്നെ നമുക്ക് പേയ്മെന്റ് അപ്ഡേഷനിലേക്ക് പോയിരുന്നു. അപ്പോൾ അതുവരെയുള്ള അപ്ഡേഷൻ മാത്രമേ അവരെടുക്കുകയുള്ളൂ. അതിനുശേഷമുള്ള പേയ്മെന്റ് അപ്ഡേഷൻസ് ഒന്നും നമുക്ക് വരുന്നതല്ല. അതിനുശേഷമായിരിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ തുക നമുക്ക് മുടങ്ങാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ മാസം അവസാനം വരെ അടുത്ത മാസം ഒരു 15-നുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ അതല്ല വിഷയം. നിരവധി ആൾക്കാർക്ക് റീസൺ ഓഫ് ഇൻഎലിജിബിലിറ്റി കാണിക്കുന്നു. നമ്മളിപ്പോൾ എൻക്വയറി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം പൈസ വന്നിട്ടുള്ളവരും അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഇപ്പോൾ റീസൺ ഓഫ് ഇൻഎലിജിബിലിറ്റി ഇവിടെ കാണിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാറ്റസ് പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്താണ് നിങ്ങളുടെ വിഷയം, ആ വിഷയം എന്തായാലും നിങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ ആധാർ പുതുക്കാത്തവരുണ്ടാവാം, KYC ചെയ്യേണ്ടവരുണ്ടാവാം, അതല്ല ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളോ മറ്റ് എന്തെങ്കിലും സ്ഥലങ്ങൾ വിറ്റിട്ടുള്ളവരോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരാതെ PM കിസാന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ റീസൺ ഓഫ് ഇൻഎലിജിബിലിറ്റി എന്ന് കാണിക്കില്ല. അതപ്പോൾ നിങ്ങൾ പ്രത്യേകം ഇത് നിസ്സാരമായിട്ട് ആരും കാണരുത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. നിരവധി ആൾക്കാർക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളവർക്കെല്ലാം നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീടുകളൊന്നും ലഭിക്കത്തില്ല. ഈ മേടിച്ച അത്ര എമൗണ്ടിന്റെ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങൾ വരികയായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റം അപ്ഡേഷന്റെ പ്രോബ്ലം ആയിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം നേരിടണമായിരുന്നു. എന്നാൽ എല്ലാവർക്കും ആ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കുറെ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. നമുക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ കർഷകർക്കും PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ കർഷകർക്കും എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ഈ വിഷയങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. കാരണം ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വന്നാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഇച്ചിരി സമയമെടുത്ത് മാത്രമേ ഇതൊക്കെ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴൊക്കെ ഇത് കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നോക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുണ്ടോ, റീസൺ ഓഫ് ഇൻഎലിജിബിലിറ്റി ലേബൽ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായും പ്രശ്നമുണ്ട്. നിങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.